എബ്രായ ലേഖനം 11-18 വായിച്ച്, ഇസഹാക്കിൽ നിന്ന് ജനിച്ചവൻ തൻ്റെ സന്തതിയാകും സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ ദൈവത്തിന് സ്തോത്രം കൈക്കൊണ്ടവർ. എബ്രായ ലേഖനം ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. ആ വാക്ക് കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ എന്ത് ചെയ്തു? അർപ്പിച്ചു. അടുത്തൂടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ. ഇനി വാക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ പറയണം, ദൈവം ശക്തനെന്ന് എണ്ണണം. ഒരാമയും പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, എന്റെ ദൈവം ശക്തനാന്ന് പറ. ഓ ഹല്ലേലൂയ. നിന്നെ നിരാശപ്പെടുത്തിയ വിഷയത്തിൽ ദൈവം സംസാരിക്കുക, എന്റെ ദൈവം ശക്തനാണ്. എത്ര പേർ വിശ്വസിക്കും? എന്റെ ദൈവം ശക്തനാണ്, എന്റെ ദൈവം ശക്തനാണ്. നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ കാര്യം ഉടനെ നടക്കും. അതിന് കാരണം എന്റെ ദൈവം ശക്തനാണ്. നിന്റെ രോഗത്തെ നോക്കി പ്രവചിക്ക, നിന്റെ കുഞ്ഞിനെ നോക്കി പ്രവചിക്ക, നിന്റെ ബിസിനസിനെ നോക്കി പ്രവചിക്ക. ഓ, ആരാധിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുക, എന്റെ ദൈവം ശക്തനാണ്. യെസ്. ഇനി നിങ്ങൾക്ക് ഇച്ചിരി ഇഷ്ടമില്ലാത്ത ഭാഗത്തോടെ വരാൻ പോവാ കേട്ടോ. സ്തോത്രം. ബൈബിളിൽ 3 പദമുണ്ട്. 1, ദൈവം ശക്തനാണ്. 2, ദൈവം സർവശക്തനാണ്. 3, ദൈവം മഹാശക്തിയുള്ളവനാണ്. സ്തോത്രം. 1, ദൈവം ശക്തനാണ്. 2, ദൈവം സർവശക്തനാണ്. 3, ദൈവം മഹാശക്തിയുള്ളവനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:49 ദൈവം ശക്തനാണ്. ഉൽപ്പത്തി പുസ്തകം 17:1 ദൈവം സർവശക്തനാണ്. ഇരമ്യ 32:17 ദൈവം മഹാശക്തിയുള്ളവൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ എനിക്കെന്തോ ദൈവാത്മാവ് പറയും, ഈ ദിവസങ്ങളിൽ നീ വിഷമിക്കുന്ന ചില കാര്യത്തിൽ ദൈവം ശക്തനാണെന്നും സർവശക്തനാണെന്നും മഹാശക്തനാണെന്നും വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. എത്ര പേര് അതിന് ആമീൻ പറയും? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എപ്പോഴും ഒരു കാര്യം, അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ നിരാശപ്പെടുവല്ല വേണ്ടത്. പറയണം, ദൈവം ശക്തനാണ്. ഒരാമയും പറഞ്ഞാട്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു വെളിപ്പാട് തരുന്നത്, അല്പചില ദിവസത്തിനകത്ത് ചില കാര്യങ്ങൾ തിരിഞ്ഞു മറിയും. നിന്റെ പ്രതീക്ഷകൾക്ക് വിരോധമായി ചില കാര്യങ്ങൾ യേശു ചെയ്യാൻ പോവാ. നിനക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമാ. കാര്യങ്ങളെ തിരിക്കുന്ന ഒരു അഭിഷേകം ഞാനിവിടെ കാണുകയാ. കാര്യങ്ങളെ ചലിപ്പിക്കുന്ന ഒരു അഭിഷേകം അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കാതെ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യ. എന്തൊക്കെയോ കാര്യങ്ങൾ തിരിയുന്നു, അധികാരികളുടെ ഉള്ളങ്ങൾ തിരിയുന്നു. ചില വ്യക്തികൾ മടങ്ങി വരാൻ പോവുക, ചിലതിനെ മടക്കി തരും ദൈവം.